ഹലോ ഗൈസ്, വെൽക്കം ടു എ പുതിയ വീഡിയോ. ഇന്ന് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മാത്രമല്ല, എൻ്റെ സ്കൂട്ടിയിൽ ഞാൻ എൻ്റെ ഹോം ടൗണിൽ നിന്ന് ഒരു ബസ് കയറി, അതും കഴിഞ്ഞ് പിന്നെ ഒരു ബസ് കയറിയിട്ട് വേണം കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1 അവറിൻ്റെ ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ സ്കൂട്ടിയിൽ എൻ്റെ ഹോം ടൗണിലേക്ക് പോകും. അവിടെ ഒരു വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ സ്കൂട്ടി വെച്ചിട്ട് ഞാനൊരു ബസ്സിൽ കയറിയിട്ട് പോകുന്നതാണ് കേട്ടോ, ചെറിയൊരു ടൗണിലേക്ക്. അവിടെ നിന്നാണ് മെയിൻ ബസ് കയറിയിട്ട് എൻ്റെ ഓഫീസിലുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഈ ഒരു വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വെക്കുന്നതിൽ പ്രശ്നമുണ്ടോയെന്ന്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈവനിങ് വരെ ഈ വണ്ടി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്കും ചെറിയൊരു മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ATMിലേക്ക് കയറി ക്യാഷ് എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട്. ഞാനൊരു ഏകദേശം ഒരു 7:50 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട്. ഒരു 10 മിനിറ്റിൻ്റെ ട്രാവൽ ഉണ്ട് കേട്ടോ എൻ്റെ ഹോം ടൗണിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ബസ് കയറി. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടാണ് ബസ് ഇങ്ങനെ കാലിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഈ ഒരു 10 മിനിറ്റിൻ്റെ ട്രാവൽ ഉണ്ട് എനിക്കൊരു മെയിൻ ടൗണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മെയിൻ ടൗണിലേക്ക് എത്താൻ 10 മിനിറ്റിൻ്റെ ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിൻ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വേറൊരു ബസ് കയറിയിട്ട് വേണം എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കയറുമ്പോൾ ഭയങ്കര റഷായിരിക്കും. എന്താ വെച്ചാൽ സ്കൂൾ പിള്ളേരൊക്കെ മൊത്തം ഉണ്ടാവും. നല്ല തിരക്കായിരിക്കും. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും നേരെ പറ്റാറില്ല, അത്രയും തിരക്കായിരിക്കും. ഒന്നും തള്ളുമായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ബസ്സിൽ പോകുന്ന കണ്ടക്ടർക്ക് ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ. സ്കൂൾ പിള്ളേരൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കും അയാൾ കെയർ ടേക്ക് ചെയ്യുക. എന്താ വെച്ചാൽ അവരോട് നല്ല രീതിയിൽ, ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, മക്കൾ ഇരിക്കുകയാണെങ്കിൽ അവരോട് പറയും മക്കളെ നോക്കിയിട്ടൊന്ന് എണിച്ച് കൊടുക്കണേ, അവർ വലിയ ആൾക്കാർ നിൽക്കുന്നുണ്ട് നോക്കിയിട്ടൊന്ന് എണിച്ച് കൊടുക്കണേ. അല്ലെങ്കിൽ ഞാൻ കാണാറുള്ള കണ്ടക്ടറൊക്കെ ഭയങ്കരമായിട്ട് അവരോട് ചൂടാവും. നിങ്ങളെന്തിനായിരുന്നു വലിയ ആൾക്കാർ നിന്നിട്ട് കാണുന്നില്ല, എണിച്ച് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ ഭയങ്കരമായിട്ട് ഏത് ബസ് സ്റ്റോപ്പിൽ എത്ര പിള്ളേരുണ്ടെങ്കിലും അയാളെ പറ്റുന്ന പോലെ അവരെ കയറ്റിയിട്ട് പോവാറുള്ളൂ. അത്രയും നല്ല കണ്ടക്ടറാണ് കേട്ടോ. ഞാൻ ഈ ഒരു ബസ്സിൽ പോകുന്ന കണ്ടക്ടർ എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും. അപ്പോൾ ആളെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അവരെ സമ്മതം ഇല്ലാത്ത എങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ദിക്കറിൻ്റെ കൗണ്ടർ ഉണ്ടാകും, അതായത് സ്വലാത്ത് പറയുന്ന ഒരു കൗണ്ടർ ഉണ്ട് എൻ്റെ കയ്യിൽ. ഏകദേശം ഒരു 1 അവറിൻ്റെ ട്രാവലുണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കുന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ സ്വലാത്ത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ നമ്മളെ ഷോറൂമിൻ്റെ സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 9 മണിക്കാണ് പഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ഒരു 8:50 ആകുമ്പോഴത്തേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്.